അമിത ഭക്ഷണത്തിന്റെയും വിരുദ്ധാഹാരത്തിന്റെയും പിന്നെ ടോക്സിൻസിന്റെ ഒക്കെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇതെങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് കൂടെ നമുക്കൊന്ന് നോക്കണം. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡിൽ ഈ കൊഴുപ്പിന്റെ അംശത്തിൽ കൂടുതലായിട്ടും കാണുന്നത് ഒമേഗ 6 ഫാറ്റി ആസിഡും ഒമേഗ 3 ഫാറ്റി ആസിഡുകളുമാണ്. ഈ കോശങ്ങളുടെ നിർമ്മിതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ കൊഴുപ്പുകളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ പ്രോട്ടീനെ നശിപ്പിച്ചിട്ട് ഈ കോശങ്ങൾ നശിച്ച് അടിഞ്ഞു കൂടുമ്പോൾ ഈ ഒമേഗ 6 ഫാറ്റി ആസിഡിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ആ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ശരിക്കും ഒമേഗ 6 ഫാറ്റി ആസിഡും ഒമേഗ 3 ഫാറ്റി ആസിഡും ഒരേ അളവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഇവിടെ ഒമേഗ 6 ഫാറ്റി ആസിഡിന്റെ സാന്നിധ്യം കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ആ ഹെവിനെസ് കൂടുകയും ഈ ആമത്വം വീണ്ടും അവിടെ സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമായി മാറുകയും ചെയ്യും. സാധാരണ സന്ധിവാതത്തിനകത്ത് പ്രധാനമായിട്ടും മെയിൻ സന്ധികൾ, അതായത് കാലിന്റെ മുട്ടിനോ കൈയുടെ മുട്ടിനോ ഷോൾഡറിനോ ഒക്കെ ആദ്യം വരുമെങ്കിലും പിന്നീട് അത് ക്രമേണ ചെറിയ ജോയിന്റുകളിലേക്ക് ഇത് ബാധിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിരലുകളുടെ ഓരോ ജോയിന്റുകളെയും ബാധിച്ചിട്ട് വിരലുകൾ വേറെ വല്ലാത്തൊരു പൊസിഷനിലേക്ക് വിരൽ മാറിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാലിന്റെ വിരലുകളും കൈയുടെ വിരലുകളും അതേപോലെ നിവർക്കാനും മടക്കാനും പറ്റാത്ത രീതിയിൽ കാൽമുട്ടുകൾ ഫ്രീസ് ആയി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊക്കാൻ കഴിയാത്ത രീതിയിൽ ഷോൾഡർ ഫ്രീസായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്റ്റേജിനനുസരിച്ച് കൂടുതൽ ജോയിന്റുകളിലേക്ക് ഈ ഡാമേജുകൾ വ്യാപിക്കുകയും അത് നമ്മുടെ ടോട്ടൽ സർക്കുലേഷനെ ബാധിക്കുന്നതനുസരിച്ച് എല്ലാ ജോയിന്റുകളും ഫ്രീസായി പോവുകയും ചെയ്യും. ഇതിനെന്താണ് ചികിത്സ?